ഞങ്ങളങ്ങനെ ലഡാക്കിലേക്ക് പോവുകയാണ്. ഒരു 18 മണിക്കൂർ യാത്രയിൽ. അപ്പോൾ കാണാം. ലഡാക്കിൽ പോവുകയാണ്. നമുക്ക് ഇന്നലെ തന്നെ ബുക്ക് ചെയ്ത് 950 റുപ്പീസിന്. ഇന്ന് രാവിലെ 7 മണിക്ക് കയറിയ രാത്രി 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞ ആൾ 14 hours അടുപ്പിച്ച യാത്ര. പോയിട്ട് വരാം ഗൈസ്. സമയമൊക്കെ അങ്ങ് പോകും. ഇടയ്ക്കൊരു സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചില്ല. ഇവ എന്തോ നീ പൊട്ടനാണെങ്കിൽ ബ്രെഡും ജാമും തേച്ച് തരും. കോപ്പൻ. പൊന്നോ, എന്തോ ഓഫ് റോഡിങ് ആണ്. നോക്ക് വഴി നോക്ക്. നേരത്തെ ഇതല്ലേ ഒരു കല്ലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആടിയാണ് അമ്പ്. ലഡാക്കിലോട്ട് പോകുന്നിടയിൽ വണ്ടികൾ നമ്മൾ ക്ലാഷായി ബ്ലോക്കായി വന്നു. മുമ്പ് ചെറിയ റോഡാണ്. ഒരു വണ്ടി, ഒരു ബസ്, ഒരു കാർ അങ്ങനത്തെ പോകാൻ പറ്റിയ ഒരു സ്ഥലമേ ഉള്ളൂ. അതിൽ രണ്ടും ഒരുമിച്ച് പോലും. ഇതെന്ത് ചെയ്യുമെന്നൊന്നും അറിഞ്ഞൂടെ. കുറച്ചേരമായി. നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് ഫുഡ് കഴിച്ചത് ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ട് രാത്രി 8 മണിക്ക് 9 മണിക്ക് എത്തി. 9:30 10 മണിക്ക് എത്തി. 10:30 ആയപ്പോൾ ചോറും സാമ്പാറും മാമ്പഴ പുളിശ്ശേരിയും അച്ചാറും ക്യാബേജ് കറിഞ്ഞൊക്കെ. ഓ മോനെ, എന്താ ഫീലെന്നറിയാം അത് കഴിച്ചപ്പോൾ തന്നെ. ഇന്നല്ല നാളെ ലേ തിരിക്കുകയാണ്. ശ്രീനഗർ പോയി ജമ്മു ടാവി വഴി ഡൽഹി പോകണോ അതോ മണാലി വഴി പിടിച്ച് ധർമ്മശാല ഡൽഹി വിടണോ എന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതൊന്ന് നോക്കണം. ഹലോ ഗൈസ്, എനർജിയോടെ പറയണം. അപ്പോൾ നമ്മൾ കർദൂക്കല പാസ്സാണ് ഗൈസ്. ഇത് എൻ്റെ ചങ്ക് ഇതാണ് കർദൂങ്കല പാസ്. അയ്യോ, ഇത് എത്ര അടിയടാ? 19,000 അടി. 18,350 അടിയാണിത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഓക്സിജൻ്റെ ഒരു അളവ് കയറുന്നത് കുറവായി അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ കയറി ഏറ്റവും കൂടിയ 1000-ൽ ഒരു ചായ കുടിക്കണം. എനിക്കും എൻ്റെ കുട്ടൻ ശ്രീന്. ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. ഹയസ്റ്റ് ടോപ്പ് ഇൻ ദിസ് വേൾഡ്. നമ്മളവിടെ നിൽക്കണം. എനിക്ക് മൂച്ചില്ലടാ. എനിക്ക് നടന്നാ മൂച്ചിയാ, ശ്വാസത്തിന്റെ മൂച്ചിയല്ല. ഹയസ്റ്റ് പോയിന്റ്. നമ്മളപ്പോൾ അതും എത്തി. എന്താ നമ്മളെ സോനം ഗസ്റ്റ് ഹൗസ് ആണ്. ഭയങ്കര കിടന്ന സ്റ്റേ. ഓൺലി 600 പെർ റൂം. 2 പേർക്ക് നിൽക്കാം. നമ്മൾ ലേന്ന് നുബ്രയിലോട്ട് വന്നു. വണ്ടി 900 രൂപയ്ക്കല്ലേടാ സ്കൂട്ടർ. കഷ്ടമാണ് ജേണി. സ്കൂട്ടർ ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. എത്ര വീണു? ബൈക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എല്ലാത്തിൻ്റെയും സ്ക്രാച്ച് ആയിട്ടുണ്ട്. പാവം ആ മനുഷ്യനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. നമ്മളെ കൂടെ കൂടിയൊരു ബൈ ഹായ് സേ ഹായ്. യു കാൻ ഓൾസോ ഇറ്റ്സ് കോമൺ. ഓക്കേ അവനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. നല്ല മനുഷ്യനാ. ഇടയ്ക്കൊന്ന് സ്ലിപ്പായി. ഈ ബാക്ക് ബ്രേക്ക് ഇല്ലേ, ഫ്രണ്ട് ബ്രേക്ക് ഞാൻ ഈ നമ്മളെ മറ്റേ കല്ലിന്റെ ഇടയിൽ പിടിച്ചപ്പോഴേ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു. ഇവരൊന്നും കേക്കല്ലേ ഗായ്സ്, ഇവരൊന്നും കേക്കല്ലേ നിങ്ങൾ. ഇവര് ചുമ്മാ ഇങ്ങനെ പലതും പറയും. ബാക്കി ഞാൻ പറയട്ടെ, ഇവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ കർദൂങ്കല പാസ് കഴിഞ്ഞ് പറിച്ചു നോക്ക്. ഇപ്പം കർദൂങ്കല പാസ് കഴിഞ്ഞ് നുബ്ര വാലി എത്തി. അവിടെ ഒരു സ്റ്റേ കിട്ടി. 600 റുപ്പീസിന് റൂം കാണണം ഗൈസ്. 2 പേർക്ക് 600 റുപ്പീസ് ഒരു റൂം.
ഗൈസ്, അപ്പോൾ നമ്മൾ നുബ്രയിലെത്തി. ഒരു ബുദ്ധിസ്റ്റ് മോണസ്ട്രി. ഭയങ്കര നൈസ് പ്ലേസ്. 13,000 അടിയാടാ. 11 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്ര വെയിലത്തും 11 ഡിഗ്രി സെൽഷ്യസ്. ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ്. കാരണം ഇനി നമ്മൾ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ടുർട്ടുക്കിലോട്ട് പോകണം. ഇന്ത്യ ചൈന ബോർഡറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യെസ്. അപ്പം അവിടെ ഇനി എങ്ങനെയാണ് തണുപ്പ് നിന്നുള്ളത് ഞാൻ ഫുള്ളി. സമയത്ത് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധൻ്റെ മുകളിൽ സൂര്യൻ വന്നിട്ടിരിക്കുകയാണ്. അതൊക്കെ എടുക്കാൻ വ്യൂ ആണ് അത്. അതെ, നല്ല സ്ഥലമാണത്. നിങ്ങൾ വരണം. റൈഡേഴ്സിനൊക്കെ പറ്റിയ റോഡും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. കണ്ടോ, ഫുൾ റൈഡേഴ്സാണ്. ഫുൾ റൈഡേഴ്സ്. ഇന്ന് വണ്ടി എടുക്കണമെങ്കിൽ നിങ്ങൾ ഹിമാലയനോ അങ്ങനത്തെ വണ്ടി എടുത്ത് വേണം വരാൻ. അത് ഞാൻ സജസ്റ്റ് ചെയ്ത് ജമ്മു താവിയിൽ നിങ്ങൾ വണ്ടി എടുക്കണം. നിങ്ങൾ ജമ്മു താവി ട്രെയിൻ ഇറങ്ങി ജമ്മു താവിയിൽ നിങ്ങൾ വണ്ടി എടുക്കണം. വണ്ടി എടുത്ത് നിങ്ങൾ ഒരു 10 days വണ്ടി എടുത്ത് 4 days ശ്രീനഗർ, 4 days ലഡാക്ക് ഫുൾ കറങ്ങാം. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. പെട്രോളിന് വില കുറവാണ്. 86 രൂപയുള്ളൂ. 110 റുപ്യൊന്നുമില്ല. 86 rupees. കറക്ക് ഞാൻ ഫ്രണ്ടിനാണ്. ദിസ് ഈസ് ടുർട്ടുക്, ദ ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ ചൈന ബോർഡർ. നമ്മൾ നിന്ന് അവിടെ നിന്ന് 90 kilometers 100 kilometers അടിച്ച്. ആ റൈഡ് ഉണ്ടല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല. മസ്റ്റാണ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് റൈഡ്സിലൊന്ന്. അത് ഞാൻ സ്കൂട്ടറിലാണ് പോയത്. സ്കൂട്ടറിൽ പോയിട്ട് എൻഫീൽഡോ ഹിമാലയോ എടുത്തിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. ഭയങ്കര നൈസ്. അതിനൊരു രക്ഷയില്ല. റൈഡ് ഒരു രക്ഷയില്ല. സ്ഥലം കാണാനൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ലാസ്റ്റ്. ഇതെന്തുകൊണ്ടാണ് അപ്പോൾ അത് തന്നെ. പക്ഷെ റൈഡ് വെർത്താണ്. ഇങ്ങോട്ട് ഇത് റൈഡിനായിട്ട് തന്നെ വരണം. ഫുള്ള് 5ാമത്തെ വണ്ടി എന്തോ നമ്മൾ തിരിച്ചു പോകുന്ന നേരത്ത് ഉണ്ടോ. സോ അങ്ങനെ ഇങ്ങറ്റത്തും എത്തി. അങ്ങറ്റത്ത് ധനുഷ്കോടി, കന്യാകുമാരി അതും പോയി. ഇന്ത്യ ചൈന ബോർഡർ ടുർട്ടുക്കും എത്തി. ഇനി ഒരുപാട് യാത്രകൾ. നെക്സ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു ഈസ്റ്റ്. ബേബി ഈസ്റ്റ്. ലേ ഭയങ്കര വെറുത്തായിരുന്നു കേട്ടോ. ലേ മീൻസ് ലേയും ഇവിടെയും ഡിസ്കിറ്റ് റൈഡ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ലേ അവിടെ സ്റ്റേ, എന്നിട്ട് തിരിച്ച് ശ്രീനഗർ വിടുകയാണ്. ഒരു മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിട്ടും കുറേ എണ്ണം ഹോണടിച്ച് ശല്യം ചെയ്യുമ്പം ഇവിടെ അവരെ വൈബിനകത്ത് നൈസ് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് നൈസല്ലേ. ഇതൊക്കെയാണ് വൈബ്. ഞാനിത് പറഞ്ഞ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ പക്ക വൈബാണ്. തുറക്കാറായെന്ന് പറഞ്ഞു. ഞാൻ പോട്ട് നമ്മളപ്പോൾ ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നത്. അവിടെയൊക്കെ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. കണ്ട ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്പോട്ടാണ്. ഇവിടെ 2 എണ്ണം എന്താ ഇങ്ങനെ കയറി വരണം. അതാണ് കുഴപ്പം. ഇങ്ങനെ എല്ലാം പോയിട്ട് ഇങ്ങനെ ഇരിക്കണം. അവിടെ ഡാൻസ് അതുകൊണ്ട് ഫേമസ് ലേ മാർക്കറ്റ് നടക്കുകയാണ്. അമ്മരെയൊക്കെ റൂമിലിട്ടിട്ട് വയ്യ, ഞാൻ തളർന്ന് ചത്ത്, എനിക്കൊരു വെള്ളം കുടിക്കണം. അപ്പോൾ ഷെയ്ക്കിനും അപ്പം നടക്കുകയാണ്. പക്ഷേ ഇത്ര ആൾക്കാർ, ഒരു വെറൈറ്റി ടൈപ്സ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ. എന്താ രസം. ഇങ്ങനെ നടക്കാം. നല്ല രസമാണ്. നല്ല കാറ്റുമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, വേർക്കത്തില്ല. ഓക്കെ ഗൈസ്, എനിക്ക് ജ്യൂസ് വേണം ഗൈസ്. അപ്പോൾ നമ്മുടെ ബൈക്ക് തിരിച്ചു കൊടുത്തിട്ട് പോവുകയാണ്. നല്ല ഒരു കസ്റ്റമർ സർവീസും നല്ല നല്ല കസ്റ്റമർ സർവീസും നല്ല ബൈക്ക്. ഞാനല്ല, ആ ബിഹാരി ബ്രോ ആണ്.
അപ്പോൾ നല്ല കസ്റ്റമർ സർവീസും നല്ല മനുഷ്യരും തുച്ഛമായ വിലയും 900 റുപ്പീസ് ആക്സസ്. അപ്പോൾ അത് നമ്മൾ 900 റുപ്പീസ് 3 എണ്ണം 2700 3 ദിവസം 8100 എടുത്ത് നന്നായിട്ട് 600 കിലോമീറ്റേഴ്സ് ഒട്ടിച്ചാണ്. ഭയങ്കര നൈസായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇനി നാളെ മോർണിംഗ് മണാലിയിലോട്ട് ഗൈസ്. ഇപ്പം ഞാൻ ഡേ മാർക്കറ്റ് ഒന്ന് ചുമ്മാ നടന്നിട്ട് വരാമെന്ന് വെച്ച്. ഹലോ ഗൈസ്, നിങ്ങളിത് കാണുക 24 മണിക്കൂർ ഒരു ബസ് യാത്ര തുടങ്ങിയിട്ട് ആശാൻ്റെ പ്ലാനാ. രഞ്ജിത്തെ നമ്മളെവിടെ ഉള്ളത്? വണ്ടി നിന്ന് ബ്ലോക്കുമാണ്. 2 മണി സമയം. എവിടെ ഉള്ളത്? 2 മണിയായി. നമ്മൾ കുളുവിലെത്തി. കുളുവിനി കുളുവല്ലെങ്കിൽ ചണ്ഡീഗറിലോട്ട്. ബ്യൂട്ടിഫുൾ ആണ് മണാലി കുളു. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ, ഒരു വാക്കും ഇല്ല. ഭയങ്കര രസമാണ് സ്ഥലമൊക്കെ കാണാൻ മണാലി കുളുവിലൊക്കെ. ആ വീടുകളൊക്കെ ഇങ്ങനെ കിട്ടി ഞാൻ പറയും അത് വയ്യാതെ കിടക്കണല്ല, അത് വേറെ. അത് ഇന്നലെ കഴിച്ച് യാത്ര കുറച്ച് സീനായിരുന്നേ ചെറുതായിട്ട്. നമ്മളിപ്പം യാത്രയല്ല, നിന്റെ പ്ലാനിങ് മൊത്തം ഫ്ലോപ്പ്. നമ്മളിപ്പം മണാലിയിൽ നിന്ന് ഒരു 9 മണിക്ക് എന്തോ 9 അല്ലേ 9 മണിക്ക് കയറി. 9 മണിക്ക് കയറി. 2007 ഡെബ്യൂട്ട് നടത്തി 2015 ബെസ്റ്റ് റൂമിന് വേണ്ടി പോയതാണ്. 2007 ചാമ്പ്യൻസ് 10 മണിയാകുമ്പോൾ ഒരു ബ്ലോക്കിൽ എന്തോ പെട്ടു. ഞാൻ ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ രാവിലെ 7 മണി. അയ്യോ 7:30 എത്തി. വെറും 40 കിലോമീറ്റർ 9 മണിക്ക് കയറി. 12 മണിക്കൂർ അടുപ്പിച്ച്. കുഴപ്പമില്ല, ബസ്സിലങ്ങ് നമ്മൾ കിടന്ന് ഒതുങ്ങി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എവിടെന്നെങ്കിലും എടുത്ത് ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇടാം, ഇതിൻ്റെ കൂടെ ഇടാം. ഓക്കെ, ഞാൻ എടുത്തില്ല, എൻ്റെ ഫോണ് ചാർജ് വരുന്നുണ്ടേ. ഞാൻ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു. രാവിലെ ഒരു ചേട്ടൻ നമുക്ക് 2 ഗുവയൊക്കെ തരണം. നല്ല മനുഷ്യൻ, ഫ്രീ ആയിട്ട് തന്നാടാ. പിന്നെന്തോ സമ്പർച്ചില്ല. നമ്മളിതാ അവിടെ നിന്ന് വണ്ടി പിടിച്ചതാ ഛത്തീസ്ഗഡിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഡൽഹി, 2 days in ഡൽഹി, അതാണ് പ്ലാൻ. അയ്യോ പഞ്ചാബ് എത്തിയെന്ന് തോന്നുമ്പോ നിൽക്കാൻ വയ്യ, ചൂട് അമ്മാതിരി ചൂടാണ്, പൊളയാണ് ശരീരമൊക്കെ. പിന്നെ അതുകൊണ്ട് കുറച്ച് ഐസ്ക്രീമും ചോക്കോബാറും കുറച്ച് അത് കണ്ടില്ലേ, ബോട്ടില്ലേ 7up 20 രൂപ. ഞാൻ ഇപ്പോഴാണ് അറിയണത്. 500 ml 200 രൂപ അല്ല 20 രൂപ. കൊള്ളാം. പിന്നെ എങ്ങനെയും ഛത്തീസ്ഗഡ് എത്തി, എങ്ങനെയും ഡൽഹി എത്തി. അവിടെ കൊള്ള കറങ്ങണം. ഉണ്ടാ വീട്ടിൽ വിളിക്കണം, ചേച്ചിയെ വിളിച്ച ഭയങ്കര ചൂട്. ഓക്കെ, കാണാം. സ്ലീപ്പിംഗ് ബാഗിന് വാങ്ങിച്ചതിൻ്റെ ഉപകാരം നമുക്കുണ്ട് ഗൈസ്. അതുകൊണ്ടുണ്ട് ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനുകളിൽ ബങ് ചെയ്ത് നമ്മൾ പോകാറുണ്ട്. കൊടുക്കത്ത ചൂട് പോയിട്ട്. ദ വേൾഡ് ഫേമസ് ചാന്ദിനി ചോക്ക്. വില ചോദിക്കാം, ഞാൻ വീഡിയോ എടുക്കട്ടെ. പിള്ളേർ നമ്മളറിയാവുന്ന ഹിന്ദിയിൽ വിലയൊക്കെ കുറച്ച് 300-200 രൂപയ്ക്ക്. 300-400 രൂപ ഈ ഷൂസൊക്കെ 400 രൂപ. 400 പറയണത് നമ്മൾ, പക്ഷെ 300-ന് കിട്ടും. അത്ര തന്നെ ഉണ്ടാക്കുള്ളൂ നമ്മൾ. ഞാൻ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടല്ലോ. നമ്മളൊരു ഷൂസൊക്കെ അങ്ങ് വെതർ ഇട്ടേക്കാണ്. ഇടയ്ക്കിടയ്ക്ക് നിക്കി അബിബാസ്, ഇത് 2 ഇവിടെ ഞാൻ കണ്ടു. ബാക്കിയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൊള്ളാം, കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. കുറേ 300 രൂപയൊക്കെ ഇത് നാട്ടിൽ കിട്ടുകയില്ല. തപ്പട്ടെ. ഓക്കെ, ഇത് എക്സിറ്റാണ്. നമ്മളിനി എൻട്രി പോകണം. 300 പറഞ്ഞ് 150 വാങ്ങിച്ച് എല്ലാം കൂടെ നമ്മൾ വിലവേശി ഒരു 5-6 ഷൂസ്, 4 ബാഗ്, 5-6 തുണി, എല്ലാം കൂടെ ഒരു 3000 ആയോ എനിക്ക് അറിഞ്ഞോടാ. 1000 രൂപയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
എല്ലാം വില കുറവാണ്. സംസാരിച്ച എല്ലാം നമുക്ക് വില കുറവിന് കിട്ടുന്നൊരു സ്ഥലമാണ് ഡൽഹി. ഡൽഹി ഞങ്ങൾ കുറച്ച് പാടാ മെനക്കേടാ. പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഒന്ന് ഇറങ്ങിയാൽ മതി, സംസാരിക്കാൻ കുറച്ച് അറിഞ്ഞാലും മതി. ജീവിതം പഠിക്കാൻ ഇറങ്ങിയ നമ്മുടെ അവസ്ഥയാണ് ഗൈസ്. ഹേ ഗൈസ് പറഞ്ഞേ, ഇതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ കേരളം സ്വർഗമാണ് ഗൈസ്. ഗോഡ്സ് ഓൺ കൺട്രി ശരിക്കും കേരളമാണ് ഗൈസ്. അയ്യോ, നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന ഇതാണ് അവസ്ഥ. ആ ചേട്ടനെ കാണിച്ചെടുക്കുമോ? നമ്മുടെ ബ്ലോഗ് വി ആർ യൂട്യൂബേഴ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ നിസാമുദ്ദീനിൽ നിന്ന് ആഗ്രയിലോട്ട് താജ്മഹൽ കാണാൻ പോകാനുള്ള വഴിയാണ്. ഇത്രയും വൃത്തിയായിട്ട സ്ഥലം മാറല്ല കേട്ടോ ദുനിയാവിൽ. സത്യം ഒന്നും പറയാനില്ല. ഇത്രയും ഫാനാണ് ഫാൻ. നമുക്ക് ഈ പിടികളിൽ പിടിക്കാൻ പറ്റില്ല. ഈ ബാഗ് ഉണ്ടോണ്ട് ആ ബാഗിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചവരെ പാൻറ്റതാണ്. അതാണ് എന്തൊക്കെ വരുമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ടാ ചേച്ചിമാരും ഒരു പാനാണ് തിന്നുന്നത് രാവിലെ. അയ്യോ ചോറ് വേണ്ട. രാവിലെ സ്ത്രീയൊക്കെ ഇഡ്ഡലിയും ദോശയും നിന്നാ വളർന്നു. ഇവിടുത്തെ കുട്ടികൾ അങ്ങനല്ല. പാൻ ഐസ്ക്രീമിൻ്റെ കൂടെ പാൻ, ഐസ്ക്രീമിൻ്റെ കൂടെ വലി. കാശ്മീരിൽ സിഗരറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫാനാണ്. സിഗരറ്റ് ആയിരുന്നു കുറച്ചും കൂടെ ഭേദം കേട്ടോ. ചോപ്പ് കളറാ റോഡൊക്കെ ഫുള്ള്. സിഗരറ്റ് ട്രെയിൻ എല്ലാം ചോപ്പ് കളറാ. താജ്മഹൽ ചോപ്പായെന്ന് ഡൗട്ടിന്റെ കാര്യം. സിഗരറ്റ് ആണെങ്കിൽ കാറ്റിൻ്റെ കൂടെ പോയി. ഇതാണെങ്കിൽ തറയിലും അവിടെയൊക്കെ ആയതുകൊണ്ട് സിഗരറ്റ് മതിയായിരുന്നു. ഇതാണ് അനുഭവം ഗൈസ്. എന്നാൽ ജീവിതം പഠിക്കാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞാനിത് 5 വർഷം പഠിച്ചു. ശ്രേയൊക്കെ കയറി നിന്ന് വന്ന് രാജകുമാരനെ കാണിക്കുമോ? എണ്ണക്കാരുള്ള തിരുനെൽവേലി രാജ. അയ്യോ പാവം, ആദ്യമായിട്ടാണ് കൂട്ടത്തിനോട് ക്രൗഡേ പറ്റില്ല. അവരിത് ആ ക്രൗഡിന്റെ ഇടയിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അവന് വേറെ ബോഗി കിട്ടണായിരുന്നു. അവൻ ഒറ്റയ്ക്കുള്ള ബോഗിയിലെ യാത്ര ചെയ്യാറുള്ളൂ. അവൻ കുറച്ച് ഹൈ ക്ലാസ് ആണ്. അവൻ തിരുനെൽവേലിക്ക് പോകാൻ വേണ്ടിയിട്ട് അവനായിട്ട് വേണ്ടിയിട്ട് ഒരു കാർ എടുക്കല റെന്റിന്. അതാണ് അത്രയും ജീവിതം പഠിച്ചവനാണ്. ഞാൻ ഒന്ന് ഓഫ് ചെയ്യണേ ഇത്. കാരണം കഴിച്ചത് ഇത് അടച്ചു വെച്ചില്ലെങ്കിൽ എന്തൊക്കെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. ഫോൺ വരെ കയ്യിൽ നിന്ന് പോകും. വേൾഡ് താജ്മഹലിലോട്ട് കയറാനുള്ള ആൾക്കാരുടെ ധൃതിയാണിത്. നമ്മൾ വിചാരിക്കണ പോലെ ഒറ്റയ്ക്കൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാരോട് ഒരുമിച്ച് നിൽക്കുന്നതാണ് നമ്മൾ. ഇത് മാത്രമല്ല, അപ്പം ഇത് നമ്മൾ ഓൺലൈൻ റിസർവേഷൻ. അപ്പുറത്ത് അതിനേക്കാളും വലിയൊരു ക്യൂ ഉണ്ട്. ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് ഇരുമെന്ന് വന്ന് കണ്ടിട്ട് നോക്കട്ടെ ഗൈസ്. 12 മണിക്ക് എന്തോ അടയ്ക്കുമെന്നെന്തോ. നമുക്കൊരു സ്ലോട്ടുണ്ട് ആ പീരിയഡിനുള്ളിൽ കയറണം. അത് കയറാം. നമ്മളകത്തോട്ട് പോവുകയാണ്. Oh my God, what beautiful moments. Oh yes. Oh, I am amazed. And this really, I am amazed അല്ലേ? അവൻ വണ്ണ അങ്ങനെ അവൻ ഒന്നിലും അമേസ്ഡ് ആവൂല. Oh yes. Oh shit. Beautiful അല്ലേ? Extraordinary. നമ്മൾ വിചാരിക്കുന്ന പോലെ 1-2 പേരൊന്നുമല്ല, 1000-10,000 ആൾക്കാർ ഒരു ദിവസം വരണം. അതിൻ്റെ തിക്കും തിരക്കിലും എടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഫോട്ടോസേ കണ്ടിട്ടുള്ളൂ. അതൊന്നുമല്ല, മുടിഞ്ഞ കള്ള 3 പ്രാവശ്യം എന്നെ പോലീസ് ചെക്ക് ചെയ്തത്. ഇതെന്ത് തേങ്ങ? നിന്നെ കണ്ടാലാണ് നീ അഞ്ചാറ്. അപ്പം ഇവനാ ഞാനും പറയണ ഫസ്റ്റ് ഇയർ ആദ്യം കണ്ടപ്പോഴാ പറഞ്ഞത് ഇവനെ കഞ്ചാവാണെന്ന്. വേണ്ടെണ്ണ വെള്ളത്തിലൊക്കെ ഇരിക്കാൻ പറ്റിയെങ്കിൽ പൊളിച്ചത്. തണുപ്പിങ്ങോട്ട് പകുതി ഞാൻ ഇടാം, ബാക്കി പകുതി ഞാൻ ഇട്ടാൽ മതി. അത് നമുക്ക് ഇടാം. അഡ്വാൻസ് എത്ര ഉണ്ടാവും? എത്ര കൊടുക്കേണ്ടി വരും അല്ലേ സഞ്ജയ്? എനിക്ക് ഫ്രണ്ട് ഭാഗം മതി, ബാക്ക് നിങ്ങൾ എടുത്തു. എനിക്ക് ഈ വെള്ളത്തിന്റെ ഭാഗമാണ് മെയിൻ. ഈ വെള്ളത്തിന്റെ 3 സ്പ്ലിറ്റ് ചെയ്യാം. ഈ മണ്ട ഈ ഫുള്ള് തന്നെ. അത് നോക്കൂ ഗൈസ്, അതുണ്ടോ സംഭവം. മറ്റേ താജ്മഹൽ ഇങ്ങനെ പൊക്കാൻ വേണ്ടി. താജ്മഹൽ കയറുമ്പോൾ ഷൂസിൻ്റെ പുറത്തോടെ പ്ലാസ്റ്റിക് കവർ ഇടണം, എന്നിട്ടേ കയറാൻ പറ്റും. അതിൻ്റെ അകത്ത് ഏറ്റവും അകത്ത്. Hey guys, താജ്മഹലിൻ്റെ ബാക്ക് അലീഫ് സഞ്ജയ് ശ്രീന് ഫോട്ടോ എടുത്ത് കൊടുക്കണം. വൈബൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ആൾക്കാർ ഒടുക്കത്തെ ചൂട് ചത്ത്. പക്ഷെ അങ്ങനെ ചാവില്ല. നമ്മുടെ താജ്മഹൽ കണ്ട് 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൽ ഒന്ന് കണ്ടിരിക്കുന്നത്. ഇനി ബാക്കി 6 കൂടെ കീഴടക്കാനുള്ളൂ. അത് കീഴടക്കിയിരിക്കും. ഇപ്പോൾ കുറച്ച് തണുത്തുള്ള ഇവന്മാരകത്തോട്ട് ഈ സ്പ്രൈറ്റൊന്നും കയറ്റി വിടില്ല, വെള്ളം മാത്രം. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇനി പോയി വെള്ളം കുടിക്കട്ടെ, ദാഹിക്കുന്നു. ഓക്കെ ഗൈസ്.
നമ്മളെ അവസാനത്തെ ട്രിപ്പിൻ്റെ അവസാനത്തെ ഡേ. ഇനി 2 ദിവസം ട്രാവലായിരിക്കും. അപ്പോൾ അവസാനത്തെ ഡേ ഹൈയിൽ തീർക്കാമെന്ന് വിചാരിച്ച് ബക്കറ്റ് ചിക്കനൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഗ്രാൻഡാണ്. ബണ്ണ് പെപ്സി സെറ്റ് 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 സെറ്റ്. നമ്മളെ കൊതിപ്പിക്കുകയൊന്നും അല്ല, നമ്മളെ കാണിക്കണം. നമ്മളെ കഷ്ടപ്പാടിന് ഇതെങ്കിലും കഴിക്കണം. പച്ചവെള്ളം കുടിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ പറയില്ല. മൗണ്ടൻ ഡ്യൂ കുടിച്ചാൽ ഇതാണ് നമ്മളത്തെ ഫുഡ്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ നേരെ ഇത് കഴിച്ച് നേരെ പാനിപ്പൂരി ഷോപ്പ് അടുത്ത വീഡിയോ വരുന്നതാണ്. വരും. ലാസ്റ്റ് ഡേ ഓഫ് us in Delhi ആൻഡ് നമ്മളെ ട്രിപ്പിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ. ഇനി 2 ദിവസം ട്രെയിൻ യാത്രകൾ. എന്താണ് സഞ്ജയ് പറയാനുള്ളത്? ഒരുപാട് നല്ല നിമിഷങ്ങൾ തന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ജീവിതം പഠിക്കാൻ ഇറങ്ങി, ഒരുപാട് ജീവിതം പഠിച്ചിട്ടുണ്ട്. സദേൺ റെയിൽവേയിൽ നമ്മൾ നോർത്തേൺ റെയിൽവേ തിരിച്ചോട് പോവുകയാണ്. വരുമ്പോൾ കുറച്ച് ലഗേജായി വന്ന് പോകുമ്പോൾ നമ്മൾ കുറേ കാണാൻ പറ്റില്ല, ഇരുട്ടായിപ്പോയി. ഒരുപാട് ഡൽഹിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. കുറച്ച് പൊല്യൂഷൻ, കുറച്ച് പോപ്പുലേഷൻ, കുറച്ച് ചൂടുണ്ട്. എങ്കിൽ പോലും പർച്ചേസിങ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഡൽഹി തന്നെയാണ്. കേട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇനി 2 ദിവസം ട്രെയിനിൽ. നിസാമുദ്ദീനാണ്, 5 മണിക്ക് എടുക്കും. ഇനി നമുക്ക് ട്രെയിനിൽ വെച്ച് കാണാം. 3AC ഗൈസ്, 3AC. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് AKA കോഴിക്കോട് എത്തിയിരിക്കുന്നു. അങ്ങനെ അലീഫ് ഇറങ്ങാൻ പോവുകയാണ്. അവസാനിച്ചു. ഈ 3ാമത്തെ ഞാനാണ്. നീ എപ്പോഴും 3ാമത് തന്നെ. 4, 5 ഞാനും. എന്താണ് പറയാനുള്ളത് അലീഫ്? ഓ, നിന്റെ മോളിൽ നില വിളിച്ച കേട്ടോ, മറ്റേ ഏഞ്ചൽസിൻ്റെ ഒക്കെ വിളിച്ചോണ്ടില്ല. വീട് ഇടാനുള്ളതായോണ്ട് ഞാൻ എന്തായാലും ബീപ്പൊക്കെ ഇടും, അതുകൊണ്ട് കുഴപ്പമില്ല. മൈലി നീ പറ. എനിക്കൊന്ന് ഫുഡ് കൊണ്ടുവരാൻ പാടില്ല. ഇതാണോ അനുഭവം നിനക്ക്? 2-3 ആഴ്ച ചോദിച്ചു ഇതാണോ നിനക്ക് പറയാനുള്ളത്? അടിപൊളിയായിരുന്നു. രഞ്ജിത്തിന്റെ ഓരോരോ മണ്ടത്തരങ്ങൾ നമ്മളെ ഓരോ കുഴിന്ന് അടുത്ത കുഴിയിലേക്ക്. എന്റെ ഹിന്ദിയാണ് ഇവന്മാര് പിഴച്ചു പോയി. ഞാനുണ്ട് പിഴച്ചു പോയി. ഓ അയ്യോ, നീ അവിടെ നിന്ന് മാറി, വേറെ രീതിയായി പോയി. ഹിന്ദി അറിയാന്ന് വിചാരിച്ചു പോയതായിരുന്നു. അവസാനം ജിൽസ് ഹിന്ദി പഠിക്കേണ്ട ഗതികേടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഹിന്ദി പഠിക്കേണ്ട ഗതികേട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. അതാണ്. സഞ്ജയ് പറയടാ, നിന്റെ എന്തെങ്കിലും ഉണ്ട് എന്നാലും പറഞ്ഞേക്ക്. അനുഭവം 21 ദിവസം നമ്മൾ കന്യാകുമാരി ടു K2 to K2, കാശ്മീർ ടു ലഡാക്ക് ടു നുബ്ര വാലി ടു തുർട്ടുക് ടു റിട്ടേൺ ലഡാക്ക് ടു മണാലി ടു പഞ്ചാബ് ടു ഡൽഹിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക്. എല്ലാം സുഖമായിരുന്നു. ഫുഡ് ഒഴിച്ച്. ഫുഡ് ഇന്നാണ് ഗോവയിൽ നിന്ന് നമുക്ക് നല്ല ചിക്കൻ കറി കിട്ടിയത്. ശരിയാ, 20 ദിവസത്തിന് ശേഷം എന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് കഴിച്ച മുഹബത്ത് കാ സർബത്ത് KFC. നിന്റെ അനുഭവം നൈറ്റ് എക്സ്പ്ലോർ ഗൈസ്. എൻ്റെതൊക്കെ ഇവന്മാർ പറയാനുള്ളതല്ലേ എനിക്കുള്ളൂ. ഇതൊക്കെ നിങ്ങളിൽ എത്തിക്കാനുള്ളതാണ് എൻ്റെ കടമ. ഞാൻ എത്തിച്ചിരിക്കും. വെയിറ്റ് ഫോർ ഇറ്റ്. അതെന്താ ഞാൻ അവസാനം പറഞ്ഞ